കരൺ ജോഹർ എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായിട്ടൊരു സീരിയലിൽ അഭിനയിച്ച കഥയൊക്കെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു. അന്ന് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് ആ ഓഡീഷനിൽ ഷാറൂഖ് ഖാൻ പങ്കെടുത്തിരുന്നു. ഷാറൂഖ് ഖാൻ പക്ഷെ ആ ഓഡീഷനിൽ സെലക്ട് ആയില്ല എന്നുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിന്റെ ഒരു കഥയാണ് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് കരൺ ജോഹറിനെ MBAക്ക് അയക്കണം എന്നായിരുന്നു കരൺ ജോഹറുടെ അമ്മയുടെ ആഗ്രഹം. കരൺ ജോഹർക്ക് അന്ന് അവിടുത്തെ ഒരു വലിയൊരു ടോപ്പ് കോളേജിൽ MBAക്ക് അഡ്മിഷനൊക്കെ കിട്ടി. അപ്പോൾ പക്ഷെ കരൺ ജോഹർക്ക് എന്തോ അതിനോടൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കരൺ ജോഹർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. കരൺ ജോഹറിന്റെ അച്ഛൻ യാഷ് ജോഹർ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്, നിർമ്മാതാവാണ്, എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ പങ്കെടുക്കണം, ബിസിനസ്സിന്റെ ഭാഗമാവണം. അപ്പൊ അദ്ദേഹത്തിന് നിന്ന് പുറത്തൊക്കെ വിദേശത്തൊക്കെ ബിസിനസ് ഉണ്ട്, ഫ്രാൻസിലൊക്കെ ബിസിനസ് ഉള്ള ഒരു സമയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ആ സമയത്ത് കരൺ ജോഹർ ഫ്രഞ്ചൊക്കെ പഠിച്ചിരുന്നു. ഫ്രഞ്ചൊക്കെ ഇതിന്റെ കൂടെ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രഞ്ച് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഫ്രഞ്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു, ഫ്രഞ്ചൊക്കെ അറിയില്ല, അങ്ങനെയാണെങ്കിൽ നീ ഫ്രാൻസിലേക്ക് ചെല്ല്, അവിടെ നമുക്കൊരു ഓഫീസൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ നോക്കാം, അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യമൊക്കെയാണ് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ കരൺ ജോഹർക്ക് അച്ഛൻ അഡ്മിഷനൊക്കെ റെഡിയാക്കി കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു MBA തന്നെയാണ്, അതിന്റെ ഒരു PG പഠിക്കാനായിട്ട് അഡ്മിഷനൊക്കെ റെഡിയാക്കി, കൂട്ടത്തിൽ ഫാമിലി ബിസിനസ്സിന്റെ ഭാഗമാവാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കരൺ ജോഹർ തന്നെ അവരുടെ തന്നെ കുടുംബ സുഹൃത്തായിരുന്ന ആദിത്യ ചോപ്ര കരൺ ജോഹറെക്കാട്ട് കുറച്ചുകൂടി സീനിയറാണ്. ആദിത്യ ചോപ്ര ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകണം. ആദിത്യ ചോപ്ര നമുക്കറിയാം യാഷ് ചോപ്രയുടെ മകനാണ്. ജനിച്ചപ്പോൾ മുതൽ ഇവർ ആ ഒരു ഈ പറയുന്ന നെപ്പോക്കിഡ്സ് തന്നെ നമുക്ക് പറയാം, അവരുടെയൊക്കെ ഒരു സർക്കിളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതലേ സിനിമയോട് വളരെയധികം പാഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആദിത്യ ചോപ്ര തന്നെയാണ്. അപ്പൊ ആദിത്യ ചോപ്ര അന്ന് പുതിയൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെയാണ്. അപ്പൊ അതിന്റെ ഒരു എഴുത്ത് പ്രോസസ്സൊക്കെ നടക്കുകയാണ്. അപ്പൊ കരൺ ജോഹറിന്റെ ഈ പഠിത്തത്തിന്റെ കാര്യങ്ങളുടെ കൂടെ ആദിത്യ ചോപ്രയുടെ കൂടെ അതിന്റെ എഴുത്തിലും കാര്യം, അവർ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നും വീട്ടിൽ വരും, ഇവർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു എഴുത്തിന്റെ പ്രോസസ്സിലൊക്കെ കരൺ ജോഹർ അതിന്റെ ഭാഗമായിരുന്നു. അപ്പൊ സിനിമ തുടങ്ങേണ്ട ഒരു സമയമായി. ഷാറൂഖ് ഖാനാണ് അഭിനയിക്കുന്നത്, കജോളാണ്, എല്ലാം ഫിക്സ് ചെയ്തിട്ട് ആദിത്യ ചോപ്ര കരൺ ജോഹറിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുക, എന്തായാലും എഴുത്തിലും പ്രീ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ എന്റെ കൂടെ ഒന്ന് അസിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ കരൺ ജോഹർക്ക് അതുവരെ ഒരു സിനിമയൊന്നും അങ്ങനെ ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു കരൺ ജോഹർക്ക്. കരൺ ജോഹർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിനോടും ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ ഒക്കെ ജീവിതത്തിൽ കുറവുള്ള ഒരാളായിരുന്നു, പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ. കരൺ ജോഹർ വീട്ടിൽ അമ്മയോട് പറഞ്ഞ അമ്മ സമ്മതിക്കില്ല എന്നുള്ളത് അറിയാം. കാരണം കരൺ ജോഹറിന്റെ അച്ഛൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. 1980 ദോസ്താന എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. ആ ഒരു സിനിമ ലാഭമായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളും അതുവരെയുള്ളത് നഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പക്ഷെ കരൺ ജോഹർ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു, എനിക്ക് പോകണ്ട, ഫ്രാൻസിൽ പോകണ്ട, ഞാൻ ഒരു ആദിത്യയുടെ കൂടെ സിനിമയിൽ ഒന്ന് അസിസ്റ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് ചോദിച്ചു, നിനക്കത് പറ്റുമോ എന്ന് വെച്ചപ്പോൾ കരൺ ജോഹർ പറഞ്ഞു, ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ അപ്പൊ അച്ഛന് ഓൾറെഡി കുറെ പൈസ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു 8 ലക്ഷം 10 ലക്ഷം രൂപയോളം അന്ന് 93 കാലഘട്ടങ്ങളിൽ ഓൾറെഡി കുറെ പൈസ ഓൾറെഡി അഡ്മിഷന് വേണ്ടി കെട്ടിവെച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എത്രയോ പേർക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നു, സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ, നീ ട്രൈ ചെയ്തിട്ട് 1 വർഷം നീ സിനിമയിൽ ട്രൈ ചെയ്തിട്ട് നിനക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മേനെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു. അതായത് കരൺ ജോഹറിന്റെ അമ്മേനെയും കരൺ ജോഹറിന്റെ അച്ഛൻ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയാണ് ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെയിൽ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ് കരൺ ജോഹർ കാലെടുത്ത് വയ്ക്കുന്നത്, സിനിമ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പക്ഷെ കരൺ ജോഹർ പറഞ്ഞു, അവിടെ ചെന്ന് അന്ന് ഉദയ് ചോപ്ര, ആദിത്യ ചോപ്രയുടെ അനിയൻ, നമ്മുടെ ധൂം സിനിമയിലൊക്കെ അഭിനയിച്ച ഉദയ് ചോപ്ര അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉദയ് ചോപ്ര ആയിരുന്നു കരൺ ജോഹർക്ക് ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉദയ് ചോപ്രയുടെ കൂടെ ആണ് കൂടുതലും മിങ്കിൾ ചെയ്തതൊക്കെ. അപ്പൊ ഷാറൂഖ് ഖാൻ ഉണ്ട്, കജോളുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം കരൺ ജോഹർ ഒരു നിർമ്മാതാവിന്റെ മകനായതുകൊണ്ട് ഷാറൂഖ് ഖാനായിട്ട് കരൺ ജോഹർ പറഞ്ഞിട്ടുള്ളത്, അന്ന് ആ ഓഡീഷന് ഉണ്ടായിരുന്നു, സീരിയൽ ഓഡീഷന്. പിന്നെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ ഷാറൂഖ് ഖാൻ സിനിമയിൽ വന്നു, സ്റ്റാറായി. അതിനുശേഷം കരൺ അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അച്ഛന്റെ കൂടെ കരൺ ജോഹർ ചെല്ലുമ്പോഴാണ് ഷാറൂഖ് ഖാനെ വീണ്ടും കണ്ട് പരിചയം പുതുക്കുന്നത്. പക്ഷെ ഷാറൂഖ് ഖാൻ അന്ന് ആ ഓഡീഷന് വന്ന കഥ ഓർമ്മയുണ്ട്, കരൺ ജോഹറിന് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടതൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഷാറൂഖ് ഖാനെ കാണുന്ന ഈ ലൊക്കേഷനിൽ വരുന്നു. ഷാറൂഖ് ഖാനായിട്ട് കൂടുതൽ വളരെയധികം അടുപ്പോയി കരൺ ജോഹർ. ഇവര് സെറ്റില് സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ നായകനും അസിസ്റ്റന്റ് ഡയറക്ടറും ആണെങ്കിലും അതല്ലാതെ ഒരുപാട് ഒരുപാട് മിങ്കിൾ ചെയ്തിരുന്നു. വൈകുന്നേരങ്ങളൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. കജോളിനായിട്ട് ഭയങ്കര അടുപ്പമായി. അങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലും കരൺ ജോഹർ ഇടപെടുക മീൻസ് ആദിത്യ ചോപ്ര പറഞ്ഞിട്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും കൂടി
കരൺ ജോഹർ കൈകാര്യം ചെയ്തിരുന്നു. ഷാറൂഖ് ഖാന്റെ കോസ്റ്റ്യൂംസ് എല്ലാം കരൺ ജോഹർ തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഷാറൂഖ് ഖാനും വളരെയധികം ഇംപ്രസ്ഡ് ആയി. അങ്ങനെ ആ ഒരു ഷൂട്ടിന്റെ ചില സീൻസ് വരെ ആദിത്യ ചോപ്ര ഒരു ബന്ധത്തിന്റെ പുറത്താണ്, ചില സീൻസ് വരെ കരൺ ജോഹറിന് എഴുതാൻ കൊടുത്തു. അപ്പൊ ആ ഡയലോഗ്സ് ഒക്കെ കൈയടി കിട്ടി കഴിഞ്ഞു. ലൊക്കേഷനിൽ തന്നെ കൈയടി കിട്ടിയപ്പോൾ ആദിത്യ ചോപ്ര പറഞ്ഞു ഇത് എഴുതിയത് കരണാണ് എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ കരൺ ജോഹർ ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായി. കരൺ ജോഹറിന് സിനിമയോട് വളരെയധികം പാഷനായി തുടങ്ങി. അതായത് ആ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ ദിവസം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ആളാണ്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ആ ട്രാക്കിൽ കയറി കരൺ ജോഹർക്ക് ഭയങ്കരധികം താല്പര്യം തോന്നി. ഈ സിനിമയൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഈ കരൺ ജോഹറുടെ അച്ഛൻ ഷാറൂഖ് ഖാന്റെ ഒരു ഡേറ്റിന് വേണ്ടി ചെന്നു. ആ നെക്സ്റ്റ് ഫിലിം ഷാറൂഖ് ഖാൻ, അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ ഒരു സിനിമയുടെ ഡേറ്റ് കൊടുക്കേണ്ട കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ 2 ഡേറ്റ് തരും. ഈ പറഞ്ഞു യാഷോകർക്ക് അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ 2 ഡേറ്റ് തരും. ആ രണ്ടാമത്തത് നിങ്ങളുടെ മകന് വേണ്ടിയാണ്, നിങ്ങളുടെ മകൻ ഡയറക്ടർ ആവുന്ന സിനിമയായിരിക്കണം അത് എന്ന് പറഞ്ഞു. അതായത് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ കരൺ ജോഹർക്ക് ഷാറൂഖ് ഖാൻ ഒരു ഡേറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു. അത് 94-5 ആണ് ദിൽവാലെ ദുൽഹനിയ ലെ ജായേംഗെ റിലീസ് ആണ്. 95 തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 97 ഞാൻ നിനക്ക് ഡേറ്റ് തന്നു, 2 വർഷമുണ്ട്, നീ ഇത് കഥ ആലോചിക്ക്, സ്ക്രിപ്റ്റ് ആലോചിക്ക്, നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കരൺ ജോഹർ ഇൻഡിപെൻഡന്റ് ആവുന്നതും അതിലേക്കുള്ള എഴുത്തിലേക്ക് കിടക്കുന്നതും. ആ ഒരു സിനിമ കുച്ച് കുച്ച് ഹോത്താ ഹൈ എന്ന് പറയുന്ന സിനിമയാണ്. അതിന്റെ കഥകളൊക്കെ നമുക്ക് ഇനി മറ്റൊരു എപ്പിസോഡിൽ പറയാം.